എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കോൾഡ് റോജർ എന്ന് പേരുള്ള പൈററ്റ്സിന്റെ എല്ലാവരുടെയും കിങ്ങിനെ ഇപ്പൊ മിലിറ്ററി എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കോൾഡ് റോജർ എന്ന് പേരുള്ള പൈററ്റ്സിന്റെ എല്ലാവരുടെയും കിങ്ങിനെ ഇപ്പൊ മിലിറ്ററി ഫോഴ്സ് കറക്റ്റായിട്ട് അറസ്റ്റ് ചെയ്യും. അത് കണ്ട് ജനങ്ങളെല്ലാവരും വിളിച്ചു പോവും, അവനെ തല്ലിക്കൊല്ല്, അവനെ വിടാൻ പാടില്ല. അങ്ങനെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഇപ്പൊ അവനെ കൊല്ലാൻ പോവാണ്. അവൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഇപ്പൊ വിളിച്ചു പറയും, ഇത്രയും കാലത്തെ എന്റെ വലിയ സമ്പാദ്യം അത് ഞാൻ ഉപേക്ഷിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അവനത് പറഞ്ഞ ഉടനെ ഇപ്പൊ അവരെല്ലാവരും ചേർന്ന് അവനെ തല്ലിക്കൊല്ലും. പക്ഷെ എന്താ, അവൻ ഉപേക്ഷിച്ച ആ ഒരു നിധി അത് തേടി ഇപ്പൊ ഒരുപാട് കടൽ കൊള്ളക്കാര് പല ഭാഗത്തേക്ക് അന്വേഷിച്ചു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രസന്റില് വലിയൊരു ഭീമാകാരനായിട്ടുള്ള കപ്പൽ കാണിക്കും. അതിങ്ങനെ കടലിലൂടെ ഒഴുകി അങ്ങനെ നടക്കുകയാണ്. കപ്പലിന്റെ മുകളിലായിട്ട് ഇപ്പൊ കപ്പലിലെ രണ്ട് വർക്കേഴ്സ് അവര് കടലൊക്കെ ഇപ്പൊ കാര്യമായിട്ട് നിരീക്ഷിച്ചു വരുമ്പോഴായിരിക്കും കപ്പലിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ വലിയൊരു ബാരല് കാണുക. അപ്പൊ അതേസമയം കപ്പലിനകത്ത് ഇപ്പൊ ഒരുപാട് VIPs, കുഞ്ഞുങ്ങള്, സ്ത്രീകള് അവരെല്ലാവരും ചേർന്ന് പാട്ടൊക്കെ പാടി അങ്ങനെ ആടി രസിക്കുകയാണ്. അപ്പൊ അതിനിടയില് ഒരു ചുന്ദരി പെണ്ണിനോട് അത്ര ചുന്ദരനല്ലാത്തൊരു ചെക്കൻ ചോദിക്കും, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിച്ചാലോ? അത് കേൾക്കുമ്പോ നമ്മുടെ പെങ്കുച്ചിന് നാണം വരും. കട്ട് ചെയ്ത പുറത്ത് ആ രണ്ട് വർക്കേഴ്സും ചേർന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു ബാരല് അവര് മുകളിലേക്ക് കയറ്റും. പക്ഷെ അപ്പോഴായിരിക്കും അവരെന്തോ ഒരു കാര്യം കണ്ട് ഇപ്പൊ ഞെട്ടുക. അതെന്താണെന്ന് നോക്കിയാ മറ്റൊന്നുമല്ല, പൈററ്റ്സിന്റെ വലിയൊരു കപ്പല്. അത് കണ്ട് ഇപ്പൊ അവന്മാർ രണ്ടുപേരും പേടിച്ച് കാറും, അയ്യോ ഓടിക്കോ, പൈററ്റ്സിന്റെ കപ്പല് നമ്മുടെ തൊട്ടടുത്തെത്തി. ഉടനെ പൈററ്റ്സ് ഇപ്പൊ പീരങ്കിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കപ്പല് തട്ടിച്ച് തകർക്കാൻ തുടങ്ങും. ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ചെക്കനും ചെക്കിയൊക്കെ ഇപ്പൊ തെറിച്ചുപോയി എവിടെയൊക്കെയോ വീഴും. അവര് ടെൻഷനായിട്ട് ഇപ്പൊ അറഞ്ചം പുറഞ്ചം ഓടും. പക്ഷെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് കാര്യമായിട്ട് ഇപ്പൊ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പൈററ്റ്സിന്റെ ആ കപ്പല് കാണിക്കും. അതിലൊരു മത്തങ്ങ തലയുള്ള ഒരു ഉണ്ട ചേച്ചി അവളുടെ അസിസ്റ്റന്റിനോട് ചോദിക്കും, ഈ ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആരാണ്? അതിനവൻ പറയും, അത് ചോദിക്കാനുണ്ടോ, എന്റെ മാഡം തന്നെയാണ്. അത് കേട്ട് അവള് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കും. അപ്പൊ ആ കപ്പല് പോലും ഒന്നാടി ഒലയും. ഉണ്ട ചേച്ചി പറയും, ഇനി ഒന്നും നോക്കാനില്ല, ഇന്നത്തെ കന്നി കപ്പലാണ്, അതിനെ അടിച്ചു തകർക്ക്. ഇവിടെ നമ്മുടെ കപ്പല് അതിപ്പോ തരിപ്പണായിക്കൊണ്ടേയിരിക്കാണ്. അപ്പൊ മുൻപ് കണ്ട ആ ഒരു ബാരല് അതങ്ങനെ ഉരുണ്ടുരുണ്ട് കപ്പലിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു റൂമിലേക്ക് പോവും. ഇവിടെ ചുന്ദരി പെണ്ണ് അവളും പേടിച്ചു വരച്ച് ഇപ്പൊ അതേ അണ്ടർഗ്രൗണ്ടിന്റെ അടുത്തേക്ക് പോവും. പക്ഷെ അപ്പോഴേക്കും ആ വില്ലന്മാരുടെ കപ്പലിലുള്ള കൊള്ളക്കാര് അവര് നമ്മുടെ കപ്പലിലേക്ക് കയറി എല്ലാവരെയും തല്ലി തല്ലി കൊല്ലാണ്. ഇവിടെ വില്ലെത്തി അവൾ ചുറ്റും നോക്കും. അപ്പൊ അവളുടെ അസിസ്റ്റന്റ് ആ കണ്ണാടി ചെക്കൻ അവൻ മാത്രം ഇപ്പൊ പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കും. അവളുടെ കാല് മടക്കി ഇപ്പൊ ഒരൊറ്റ തൊഴി അവൻ തെറിച്ചുപോയി നമ്മുടെ കപ്പലിലേക്ക് ഇപ്പൊ അടിച്ചു വീഴും. അതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ ഉണ്ടവില്ലെത്തി അവള് ചാടി അങ്ങോട്ട് വരും. അത് കണ്ട് കണ്ണാടി പയ്യൻ അവൻ പേടിച്ചു വിറയ്ക്കും. പക്ഷെ ഭാഗ്യത്തിന് അവൾ കുറച്ച് മാറിയായിരിക്കും വീഴുക. പക്ഷെ എന്താ, വീഴ്ചയില് ആ കപ്പലിന്റെ പാതി ഭാഗം ഇപ്പൊ തകർന്നു പോവും. ഉണ്ടവില്ലെത്തിയും അവളുടെ ടീംസും അവരെല്ലാവരും ചേർന്ന് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്വർണവും പണവും ഒക്കെ അപഹരിക്കാൻ തുടങ്ങും. അപ്പൊ ആ ഗ്യാപ്പിൽ ചുന്ദരി പെണ്ണ് അവൾ പൈററ്റ്സിന്റെ ഇതുപോലെ അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് കണ്ണാടി പയ്യൻ അവൻ പതിയെ നടന്ന് ആളില്ലാത്ത ഒരു ഭാഗത്ത് പോയി ഇപ്പൊ ഒളിച്ചിരിക്കും. അപ്പൊ അവന്റെ തൊട്ടു മുൻപിലായിട്ട് ആ ഒരു ബാരല് അതവൻ കാണും. അതിന്റെ ഉള്ളില് എന്താണെന്നറിയാൻ അവനത് തുറക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത വേഷം മാറിയ നമ്മുടെ ചുന്ദരി അവളിപ്പോ ആരുടെയും കണ്ണിൽ പെടാതെ ആ ഒരു പൈററ്റ്സിന്റെ കപ്പലില് ഇപ്പൊ കയറി പറ്റും. അപ്പൊ പെട്ടെന്ന് ഒരു പച്ച പിടിച്ചവൻ അവളുടെ അടുത്തേക്ക് വരും. അവൾ ഒന്നും നോക്കില്ല, കൈ ചുരുട്ടി അവന്റെ സെൻട്രൽ ബോൾട്ട് അത് ഇടിച്ചു കലക്കും. അതേസമയം ഇവിടെ കണ്ണാടി പയ്യൻ ആ ഒരു വലിയ ബാരല് അത് ഉരുട്ടി ഉരുട്ടി ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അവന്റെ കൂടെ തന്നെയുള്ള വേറെ രണ്ട് വില്ലന്മാര് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ബാരലില് അതിലെന്താണെന്ന് ചോദിക്കും. അതിന് കണ്ണാടി പറയും, കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്, എന്തോ കാര്യമായിട്ട് ഇതിന്റെ അകത്തുണ്ടെന്ന് പറയും. അത് കേട്ട് ആ വില്ലന്മാര് അവരാർത്തി മൂത്ത് ആ ബാരല് അത് തല്ലിപ്പൊളിക്കും. അപ്പോഴാണ് നമ്മുടെ സീരീസിന്റെ ഹീറോ ആയിട്ടുള്ള ലൂസി അവൻ ആ ബാരലിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ചാടുക. ലൂഫി അവന്റെ കൈ നീട്ടും. അത് മറ്റൊരു വില്ലന്റെ മോന്തയ്ക്ക് ചെന്നുകൊണ്ട് അവൻ തെറിച്ചടിച്ചു വീഴും. അപ്പൊ വില്ലന്മാർ ചോദിക്കും, നീ ആരാ, നിനക്കെന്താ
ഈ ബാരലിൽ കാര്യം? അതിന് നമ്മുടെ ചെക്കൻ അവനത് മൈൻഡ് പോലും ചെയ്യില്ല. അതിനവൻ പറയും, ഇനിയും കുറച്ചു നേരം കൂടെ ഞാൻ കടലിൽ കിടക്കായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കോൾഡ് പിടിച്ചേനെ. അത് കേട്ട് കലി കയറി ഇപ്പൊ വില്ലന്മാര് അവന് നേരെ കത്തി വീശും. സത്യം പറയടാ, നീ ആരാ? നീ എങ്ങനെ ഈ ബാരലിൽ വന്നു? അതിന് ഹീറോ ഇപ്പൊ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്യും. ഇപ്പൊ എന്താ ഉണ്ടായേ എന്ന് പറഞ്ഞ് വില്ലന്മാര് അവര് പരസ്പരം നോക്കും. അപ്പോഴായിരിക്കും അവര് കാണുക അവരുടെ കത്തി അത് രണ്ടായിട്ട് ഒടിഞ്ഞ് പകുതി ഭാഗം അതിപ്പോ ചുമരില് തറച്ചു നിൽക്കാണ്. ഇവിടെ ഹീറോ അവൻ സ്ലോ മോഷനില് ഇപ്പൊ സ്റ്റൈലായിട്ട് മുൻപോട്ട് നടക്കും. അവൻ പറയും, ഞാനാണ് ടോഫി. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അവൻ ആ കണ്ണാടി പയ്യനോട് ചോദിക്കും. അവന്റെ ചോദ്യവും നിപ്പും കണ്ട് വില്ലന്മാര് പേടിച്ചോടും. പക്ഷെ കണ്ണാടി പയ്യന് അവന് ഭയങ്കര ഇഷ്ടാവും. അവനുടനെ ഇപ്പൊ ലൂഫിയോട് പറയും, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെടണം. ആ ഒരു ഉണ്ടവില്ലെത്തി അവള് കണ്ട ഉറപ്പായിട്ടും നിന്നെ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് ഇപ്പൊ കണ്ണാടി പയ്യൻ അവന്റെ കൈ പിടിച്ച് വലിക്കും. പക്ഷെ നമ്മുടെ ഹീറോ അവനത് മൈൻഡ് പോലും ചെയ്യില്ല. അവൻ കണ്ണാടിയെ തൂക്കിയെടുത്ത് ഇപ്പൊ ഹായ് ആയിട്ട് ഫുഡുള്ള സ്ഥലത്തേക്ക് വരും. അങ്ങനെ രണ്ട് ആശാമാരും ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. പക്ഷെ ഹീറോ അവൻ കാര്യമായിട്ടൊന്നും പറയാതെ വീണ്ടും വീണ്ടും ഫുഡ് അത് വാരി വാരി തിന്നും. അവൻ പറയും, ആക്ച്വലി ഞാൻ വന്ന ബോട്ട് അതൊരു വലിയ ചുഴിയിൽ പെട്ട് തകർന്നു പോയി. എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ബോട്ട് ഈ കപ്പലിലുണ്ടോ? ഇതൊരു പൈററ്റ് കപ്പലാണോ ചോദിക്കുമ്പോ അതിന് കണ്ണാടിപ്പയ്യൻ പറയും, ഇത് പൈററ്റ് കപ്പലല്ല, പാസഞ്ചർ കപ്പലാണ്. പക്ഷെ ഞാൻ പൈററ്റ് കപ്പലിലെ ഒരു മെമ്പറാണ്. പക്ഷെ എനിക്ക് പൈററ്റ് ആവാൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ആക്ച്വലി ഈ ഒരു കണ്ണാടി പയ്യൻ അവൻ ചൂണ്ടയിടാനായി കടലിന്റെ തീരത്തേക്ക് വരുമ്പോഴായിരിക്കും നമ്മുടെ ഉണ്ടവില്ലെത്തി ഇവനെ തട്ടിക്കൊണ്ടുപോയി അവളുടെ അടിമയാക്കുക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കണ്ണാടി പയ്യൻ പറയും, 2 വർഷമായി ഞാൻ അവരുടെ കൂടെ ഒരു അടിമയെ പോലെ ജീവിക്കുന്നു. അവരുടെ കപ്പലിലെ എല്ലാവർക്കും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതിന് ടോഫി ടെൻഷനായിട്ട്, നിനക്കെന്താ വട്ടുണ്ടോ? നിനക്ക് രക്ഷപ്പെട്ട് ഓടിക്കൂടെ? അതിന് കണ്ണാടി പയ്യൻ പറയും, ഞാൻ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ പോലും ആ വില്ലത്തി അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എന്നെ പണിഷ് ചെയ്യും. അതോർക്കുമ്പോ തന്നെ എനിക്ക് ഒരുപാട് വിഷമാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. പക്ഷെ നമ്മുടെ ഹീറോ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്ത വില്ലന്മാര് ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാ ട്രഷറും മുഴുവനായിട്ടും ഇപ്പൊ തൂത്തുവാരിയെടുത്ത് അവരുടെ കപ്പലിലേക്കിടും. അപ്പൊ അതേ സമയത്ത് പൈററ്റ്സിന്റെ കപ്പലിൽ ഒളിച്ചിരുന്ന നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് കുറച്ച് ഗോൾഡും സ്റ്റോൺസ് ഒക്കെ അടിച്ചു മാറ്റി അതൊരു തുണിയിൽ കെട്ടിവെച്ച് എന്തോ വമ്പം പ്ലാനൊക്കെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. കട്ട് ചെയ്ത ലൂഫിയെ കണ്ട് പേടിച്ചോടിയ ആ 2 കിങ്കരന്മാര് അവരോടിക്കോ, അപകടം, ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അറഞ്ചം പുറഞ്ച് ഓടുകയാണ്. അവരോടി വന്ന് വെപ്രാളത്തില് ആ വില്ലത്തിയോട് പറയും, ഭൂതം, പ്രേതം, പിശാജ്. അത് കേട്ട് വില്ലത്തി അവളെ കളിയാക്കിയതാണെന്ന് കരുതി വലിയൊരു ഉണ്ടങ്കല്ലെടുത്ത് വലിച്ചെറിയും. അത് വേറൊരുത്തന്റെ തലയ്ക്ക് കൊണ്ട് അവൻ തെറിച്ച് താഴെ വീഴും. അപ്പൊ അവർ ശ്വാസം വലിച്ചു വിട്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പൊ വില്ലത്തിയോട് പറയും. അത് കേട്ട് നമ്മുടെ ഉണ്ടവില്ലത്തി അവള് കലിതുള്ളി വിറതുള്ളി അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.